പാലാ രൂപത പ്ലാറ്റിനം ജൂബിലി ആഘോഷിക്കുന്ന ഈ അവസരത്തിൽ അഭിമന്യ പിതാവിൻ്റെയും അതുപോലെ എല്ലാവരുടെയും രൂപതാംഗങ്ങൾ എല്ലാവരുടെയും സന്തോഷത്തിൽ ഞാനും പങ്കുചേരുകയാണ്. പാലാ രൂപതയെ സംബന്ധിച്ച് പറയുമ്പോൾ തീർച്ചയായിട്ടും എനിക്ക് വ്യക്തിപരമായി വളരെ അടുപ്പമുള്ള രൂപത. ഞാൻ ജന്മം കൊണ്ട് കോതമംഗലം രൂപതക്കാരനാണെങ്കിലും പാലാ രൂപതയിലാണ് എൻ്റെ 2 സഹോദരിമാരെയും വിവാഹം കഴിച്ചിട്ടുള്ളത്. അപ്പോൾ ഇപ്പോഴും പാലായുമായി ബന്ധപ്പെടുന്ന ഒരാളെന്നുള്ള നിലയിൽ ഈ രൂപതയുമായി പ്രത്യേകിച്ച് പിതാവിനെയും അതുപോലെ പള്ളിക്കാപ്പറമ്പിൽ പിതാവാണെങ്കിൽ എന്നെ കാണുമ്പോഴൊക്കെ പറയും, എൻ്റെ പിതാവ്, എൻ്റെ അപ്പൻ പിതാവിനെ പള്ളിക്കാപ്പറമ്പിൽ പിതാവിനെ പഠിപ്പിച്ചിട്ടുള്ളതാണ്, ജോർജ് സാറിൻ്റെ അധ്യാപകനായിരുന്നു എന്നാണ് എന്നെ കാണുമ്പോൾ ആദ്യം പറയാറുള്ളത്. അങ്ങനെയെല്ലാം വളരെ ബന്ധമുള്ള പാലാ രൂപത ഇന്ന് പ്ലാറ്റിനം ജൂബിലി ആഘോഷിക്കുമ്പോൾ തീർച്ചയായിട്ടും നമുക്കെല്ലാം വലിയ സന്തോഷവും അഭിമാനവുമുണ്ട്. ഇവിടെ എല്ലാവരും പറഞ്ഞതുപോലെ പാലാ രൂപതാംഗങ്ങളുടെ സേവനം അത് പാലായിലോ അല്ലെങ്കിൽ കേരളത്തിലോ ഭാരതത്തിലോ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല. ലോകമെമ്പാടും എവിടെ ചെന്നാലും പാലാ രൂപതക്കാരെ കാണാം. പ്രത്യേകിച്ച് വൈദികരെയും സന്യസ്തരെയും ഒക്കെ നമുക്ക് എവിടെ ചെന്നാലും സേവന സന്നദ്ധരായിട്ട് കാണാനായിട്ട് കഴിയും. കലറങ്ങാട്ട പിതാവിൻ്റെ നേതൃത്വത്തിൽ ഇന്ന് നടത്തുന്ന എല്ലാ പ്രവർത്തനങ്ങളും, രൂപതയുടെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന പ്രവർത്തനങ്ങൾ, ആത്മീയമായ പ്രവർത്തനങ്ങളോടൊപ്പം തന്നെ ഈ രൂപത എന്ന് പറയുമ്പോൾ ക്രൈസ്തവർക്ക് വേണ്ടി മാത്രമല്ല, എല്ലാ വിഭാഗത്തിലും പെട്ട ജനങ്ങൾക്ക് വേണ്ടി, അവരുടെ ഉന്നമനത്തിനെല്ലാം വേണ്ടി നടത്തുന്ന പ്രവർത്തനങ്ങൾ തീർച്ചയായിട്ടും അത് വളരെ മഹത്തരമാണ്, വളരെ പ്രശംസനീയമാണ് എന്നെടുത്തു പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഞാൻ ചുരുക്കട്ടെ. നമുക്ക് ഈ അവസരത്തിൽ തീർച്ചയായിട്ടും 75 വർഷക്കാലം വഴി നടത്തിയ ദൈവത്തിന് നന്ദി പറയാം. ഇനിയും പാലാ രൂപതയിൽ നിന്ന് സഭയ്ക്കും സമൂഹത്തിനും ഒട്ടേറെ കാര്യങ്ങൾ തീർച്ചയായിട്ടും പ്രതീക്ഷിക്കാനുണ്ട്. ആ നല്ല പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകാൻ എല്ലാവിധ ദൈവാനുഗ്രഹവും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് പ്ലാറ്റിനം ജൂബിലിയുടെ മംഗളങ്ങൾ ഒരിക്കൽ കൂടി അഭിമന്യ പിതാവിനും അതുപോലെ ഈ രൂപതയിലെ എല്ലാ അംഗങ്ങൾക്കും ഒരിക്കൽ കൂടി നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. എല്ലാവർക്കും നമസ്കാരം.